Hi all, ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് 3 phases ആണ് റൈറ്റിംഗ് ദി പ്രോഗ്രാം, ടെസ്റ്റിംഗ് ദി പ്രോഗ്രാം ആൻഡ് ഇവാലുവേറ്റിംഗ് ദി സൊല്യൂഷൻ. ഇപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദി പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് പ്രോബ്ലം, ദെൻ ഡെവലപ്പിംഗ് ആൻ അൽഗോരിതം, ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഈ 6 അതിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. ദെൻ അതിന് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മൾ കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക. സോ അൽഗോരിതം മീൻസ് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്. നമുക്കൊരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. ഇപ്പോൾ ഒരു ലാർജ് പ്രോബ്ലം ആണെങ്കിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ദെൻ സെപ്പറേറ്റ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി അൽഗോരിതം നമുക്ക് കിട്ടി, ആ അൽഗോരിതത്തിന് 2 രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് ഫ്ലോ ചാർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്യൂഡോ കോഡ്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം ആണ്. ദെൻ സ്യൂഡോ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് എനിക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എങ്കിൽ നമ്മൾ അതുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കോഡ് ഈ അൽഗോരിതത്തിൽ നിന്നും സെറ്റ് ചെയ്ത് ഒരു കോഡ് എഴുതും. പക്ക നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പോൾ പൈത്തൺ ആണെങ്കിൽ പൈത്തൺ കോഡ് അല്ല, അല്ലെങ്കിൽ ജാവ ആണെങ്കിൽ ജാവ കോഡല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഏകദേശം നമുക്ക് ഈ കോഡുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സോ അതും നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് റൈറ്റിംഗ് ദി പ്രോഗ്രാം. റൈറ്റിംഗ് ദി പ്രോഗ്രാമിൽ മെയിനായിട്ടും വരുന്നത് നമ്മുടെ അൽഗോരിതം, അത് മേ ബി ഇൻ ദ ഫോം ഓഫ് ഫ്ലോ ചാർട്ട് ആവാം, അല്ല അൽഗോരിതം തന്നെ ആവാം, അല്ലെങ്കിൽ അത് ഇൻ ദ ഫോം ഓഫ് സ്യൂഡോ കോഡ് ആവാം. ആ ഫോമിലിരിക്കുന്ന അൽഗോരിതത്തിനെ നമ്മുടെ പ്രോഗ്രാമിംഗ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, പൈത്തൺ ആണ് എങ്കിൽ സോ പൈത്തൺ പ്രോഗ്രാമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ അതാണ് ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അല്ല നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തില്ല. സോ നമുക്കൊരു പൈത്തൺ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു ജാവ പ്രോഗ്രാം ആണ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, ദെൻ ആ അൽഗോരിതത്തിനെ കൺവേർട്ടഡ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് കമ്പ്യൂട്ടർ ക്യാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന് അത് റൺ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി സ്യൂഡോ കോഡ് എന്താണെന്ന് പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്യൂഡോ കോഡ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈ ലെവൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറിന് ഒരു ഈസി ആയിട്ടൊരു ഡെവലപ്പറിന് ഈ ഒരു സ്യൂഡോ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജസിൽ വേണേലും, ഏത് കമ്പ്യൂട്ടർ ലാംഗ്വേജസിൽ വേണേലും മാറ്റാൻ എളുപ്പമായിരിക്കും. സോ അതുകൊണ്ട് സ്യൂഡോ കോഡ് എഴുതുക എന്നുള്ളതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ എഴുതണം നിർബന്ധമില്ല, നമുക്ക് അൽഗോരിതത്തിന് ഡയറക്റ്റ് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓരോ പ്രോഗ്രാമിനും സ്പെസിഫിക് ആയിട്ടൊരു സിൻടാക്സ് ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ റൂൾസ് ഉണ്ടാവും. അതായത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു പർട്ടിക്കുലർ റൂൾസ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻടാക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പ്രോഗ്രാംസ് എഴുതേണ്ടത്. അതായത് ഈ അൽഗോരിതത്തിന് നമ്മൾ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്പെസിഫിക് റൂൾസ്, അല്ലെങ്കിൽ ഇപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ പൈത്തൺ ഒരു പർട്ടിക്കുലർ സിൻടാക്സ് ഉണ്ട്, ഇന്ന രീതിയിൽ വേണം അത് എഴുതാനുണ്ട്, അത് ഫോളോ ചെയ്യണം. അങ്ങനെ ആഫ്റ്റർ നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു പൈത്തൺ പ്രോഗ്രാം ഞാൻ എഴുതി, ദാറ്റ് പ്രോഗ്രാം ഈസ് നോൺ ആസ് സോഴ്സ് കോഡ്. നമ്മളൊരു പൈത്തൺ പ്രോഗ്രാം ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ പൈത്തൺ ആയിട്ട് സേവ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ പൈത്തൺ പ്രോഗ്രാം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാം ഞാനൊരു നോട്ട് പാഡിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ദെൻ അത് ടൈപ്പ് ചെയ്തിട്ട് .py എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്താൽ ദാറ്റ് പ്രോഗ്രാം ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൈത്തൺ കോഡായി മാറി. സോ അതിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. സോഴ്സ് കോഡ് ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതിനനുസരിച്ചിട്ട് ഇപ്പോൾ ജാവ പ്രോഗ്രാം ആണെങ്കിൽ .java ഇട്ടിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ലാംഗ്വേജിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് ആ കോഡ് കൺവേർട്ടായി. ദാറ്റ് ഈസ് നോൺ ആസ് സോഴ്സ് കോഡ്.
ദെൻ സോഴ്സ് കോഡ് നമുക്ക് കിട്ടി. അതായത് ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി, ദെൻ ആ പ്രോഗ്രാം ഞാനൊരു നോട്ട് പാഡിലാണ് ടൈപ്പ് ചെയ്ത് ഞാനത് പൈത്തണായിട്ട് സേവ് ചെയ്തു. അതായത് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് സാമ്പിൾ അല്ലെങ്കിൽ S1 എന്നാണെന്ന് വിചാരിക്കുക. S1.py ഇപ്പോൾ ഒരു പൈത്തൺ പ്രോഗ്രാമായിട്ട് സേവ് ആയി. സോ ഇറ്റ് ഈസ് നോൺ ആസ് സോഴ്സ് കോഡ്. ഇനി ഈ സോഴ്സ് കോഡിനെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു മെയിൻ പ്രോസസ്സാണ് കമ്പൈലേഷൻ. നമ്മൾ കമ്പൈലേഷൻ എന്നാണ് പറയുന്നത്. കമ്പൈലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ പ്രോഗ്രാം ഇൻ ടു മെഷീൻ റീഡബിൾ കോഡ്. അതായത് ഇപ്പം നമ്മൾ എഴുതിയേക്കുന്ന ഈ S1.py എന്ന് എഴുതിയേക്കുന്ന ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു കമ്പ്യൂട്ടർ ഓർ മെഷീനിന് മനസ്സിലാക്കാൻ പറ്റില്ല. സോ മെഷീനിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസാണ്. സോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആക്കണം. അതായത് സീറോസ് ആൻഡ് വൺസ് മാത്രമാണ് ഒരു മെഷീനിന് മനസ്സിലാവുള്ളൂ. ആ ഒരു ഫോമിലേക്ക് നമ്മുടെ ഈ ഒരു പൈത്തൺ പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് മെഷീൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കമ്പൈലർ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കമ്പൈലർ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഒരു ബൈനറി അല്ലെങ്കിൽ മെഷീൻ ലെവൽ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റുന്നു. കമ്പൈലർ ഈസ് എ സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൈത്തൺ പ്രോഗ്രാമിനെ കൺവേർട്ടഡ് ഇൻ ടു മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ കമ്പൈലർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു പ്രോസസ്സിനാണ് ഇങ്ങനെ ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ, അതായത് പൈത്തൺ പ്രോഗ്രാമിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. സോ ഹൈ ലെവൽ ലാംഗ്വേജിനെ കൺവേർട്ടഡ് ഇൻ ടു മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് കമ്പൈലർ. സോ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കമ്പൈലേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ കമ്പൈലിംഗ് കമ്പൈലർ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കമ്പൈലർ ചെക്ക് ഓൾ ദി സിൻടാക്സ് ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇപ്പം നമ്മൾ പൈത്തൺ പ്രോഗ്രാമാണ് യൂസ് ചെയ്തേക്കണമെങ്കിൽ കമ്പൈലർ ചെക്ക് ഓൾ ദി പൈത്തൻ്റെ സിൻടാക്സ് അനുസരിച്ചിട്ട് തന്നെയാണോ നമ്മളിത് എഴുതിയേക്കുന്നതെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ അപ്പോൾ തന്നെ നമുക്ക് എറേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുക, നമുക്കൊരു ഔട്ട്പുട്ടിലേക്ക് എത്തുക. നമ്മൾ ഫസ്റ്റ് ഒരു അൽഗോരിതത്തിൽ നിന്നും പ്രോഗ്രാം എഴുതി. സോ പ്രോഗ്രാം നമ്മൾ കമ്പൈലറിലൂടെ കടത്തിവിട്ടു. കമ്പൈലർ എന്ത് ചെയ്തു? അതിനെ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ എറേഴ്സ് നമ്മൾ അറിയിക്കും. ദെൻ നെക്സ്റ്റ് ആ എറേഴ്സും കഴിഞ്ഞു, നമ്മൾ എറേഴ്സ് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അൽഗോരിതം എഴുതി, ദെൻ അതിൽ നിന്ന് പ്രോഗ്രാം എഴുതി. സോ ആ പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്തു യൂസിങ് കമ്പൈലർ യൂസ് ചെയ്തിട്ട്. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു മെഷീൻ ഇൻസ്ട്രക്ഷൻസ് കിട്ടി, സീറോസ് ആൻഡ് വൺസിൻ്റെ ഒരു കോമ്പിനേഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. സോ ഇനി നമ്മൾ റണ്ണിങ്ങിലേക്ക് ഇടുവാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഈ കൊടുത്തേക്കുന്ന പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് നമ്മളൊരു ഇനീഷ്യൽ പ്രോബ്ലത്തിൽ നിന്നാണ് വന്നത്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് അറിയണം. സോ അത് ആ ഒരു ഫേസാണ് റണ്ണിങ്. റണ്ണിങ് ഈസ് ഓൾസോ നോൺ ആസ് എക്സിക്യൂട്ടിങ്. ഓക്കെ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻപുട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോഗ്രാം വർക്ക് ചെയ്തൊരു ഔട്ട്പുട്ട് കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത വെൻ ദ പ്രോഗ്രാം റൺസ് കറക്റ്റ്ലി ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ദ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. എറേഴ്സ് ഒന്നുമില്ല, കറക്റ്റായിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്, അല്ലെങ്കിൽ എറേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം നമ്മൾ അൽഗോരിതം കറക്റ്റായിട്ടല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോഗ്രാം ആക്കിയെന്ന് പറയാം. അല്ല എങ്കിൽ നമുക്കതിനകത്ത് മേ ബി ചിലപ്പം ചില കേസസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവില്ല, പ്രോബ്ലത്തിലെ എല്ലാ കേസസും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു എറേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബഗ്സ്. Then bugs are errors with the program that cause it to stop working or produce incorrect or undesirable result. അപ്പോൾ ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കാം, അല്ല എങ്കിൽ ഇൻകറക്റ്റ് റിസൾട്ട് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ല എങ്കിൽ അൺഡിസൈറബിൾ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും വാല്യൂസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ച്, അതായത് ഈ പ്രോഗ്രാം എഴുതിയ ആള് അത് റെസ്പോൺസിബിൾ ആണ് ആ ബഗ്സ് എല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ. The programmer is responsible for fixing
all bugs in the program. എല്ലാ ബഗ്സും കളയണം. സോ എങ്ങനെയാണ് നമുക്ക് ഈ ബഗ്ഗുകൾ കളയാൻ പറ്റുന്നത്? നമ്മൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് കൊടുത്ത് നോക്കണം. ഇൻപുട്സ് മാറി 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 അപ്ലൈ ചെയ്യണം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തണം. സോ ദിസ് ഈസ് നോൺ ആസ് ടെസ്റ്റ് കേസ്. അപ്പോൾ നമുക്ക് ബഗ് ഇഫക്റ്റീവായിട്ട് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ആ ബഗ് ഇഫക്റ്റീവായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്സ്, പല പല രീതിയിലുള്ള ഇൻപുട്ടുകൾ കൊടുത്ത് നോക്കുക. ഇൻപുട്ട് ഡേറ്റ അപ്ലൈ ചെയ്ത് നോക്കുക. എല്ലാം കറക്റ്റ് റിസൾട്ട് ആണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഫുൾ പ്രോഗ്രാം ഈസ് ഇഫക്റ്റീവ്ലി എക്സിക്യൂട്ടഡ്. പക്ഷേ അതിനകത്ത് എറേഴ്സ് വന്നു. അതായത് പെട്ടെന്ന് ചിലപ്പം ഒരു കണ്ടീഷൻ കൊടുത്തപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പായി പോയി പ്രോഗ്രാം. അല്ലെങ്കിൽ നമ്മളൊരു ഉദ്ദേശിക്കുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടി, അല്ലെങ്കിൽ വേറെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെയൊക്കെ വരുന്നതിനാണ് ബഗ് എന്ന് പറയുന്നത്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് കേസ്. എപ്പോഴൊക്കെയാണ് ഈ ബഗ് വന്നത്, നമ്മൾ ഏത് ഇൻപുട്ട് കൊടുത്തപ്പോഴാണ് ബഗ് വന്നത്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിനെയാണ് ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. സോ ഈ ടെസ്റ്റ് കേസസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അതിനെയാണ് ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കളക്ഷനാണ്. സോ ഇങ്ങനെ ബഗ്ഗുകളെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഡീബഗ്ഗിങ്. ടു ഐഡൻറ്റിഫൈ ബഗ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെക്കാനിസം. ബഗ്സ് റിക്വയേഴ്സ് ഡീബഗ്ഗിങ് ടു ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് എറേഴ്സ്. ഇപ്പോൾ ഒരു എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും പറ്റും. ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡീബഗ്ഗിങ്. ഓക്കെ, ഇപ്പം നമ്മളൊരു അൽഗോരിതം ഉണ്ടാക്കി, ദെൻ അൽഗോരിതത്തിൽ നിന്നും പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു. നമുക്ക് ഏത് ലാംഗ്വേജാണ്, പൈത്തൺ ആണെങ്കിൽ പൈത്തൺ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു. നമ്മൾ എന്നിട്ട് ഡെവലപ്പ് ചെയ്തു, ദെൻ കമ്പൈൽ ചെയ്തതിന് ശേഷം നമ്മൾ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തു. ദെൻ നമ്മളതിനെ റൺ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. റൺ ചെയ്തപ്പോൾ വീണ്ടും നമുക്ക് സം എറേഴ്സ് വന്നു. എല്ലാ ഇൻപുട്ടുകളും കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല. അങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബഗ്സ്. സോ ഈ ബഗ്ഗുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ ഈ ബഗ് റിമൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് ഡീബഗ്ഗിങ്. അപ്പോൾ ഡീബഗ്ഗിങ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എഴുതിയെന്ന് പറയാൻ പറ്റും. സോ ഡീബഗ്ഗിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് ഫിക്സിങ് എറേഴ്സ് ഇൻ ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം കോഡിൽ എന്തൊക്കെ എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം, അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡീബഗ്ഗിങ്. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഒരുപാട് സമയം എടുക്കും ഇത് കണ്ടുപിടിക്കാൻ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണ്. ഡീബഗ്ഗിങ് നമുക്കൊരു സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. സോ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട്, ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഈ ഡീബഗ്ഗിങ് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് ബഗ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് റീപ്രൊഡ്യൂസിങ് ദ പ്രോബ്ലം വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ഡിഫറെൻറ്റ് കണ്ടീഷൻസ് കൊടുത്തിട്ട്. ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ വർക്കാവാം, 2 കണ്ടീഷൻസ് വെച്ചിട്ടും വർക്കാവാം, മൂന്നാമതൊരു കണ്ടീഷൻ കൊടുക്കുമ്പോഴായിരിക്കാം മേ ബി എറർ കാണിച്ചത്. സോ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് കൊടുത്ത് നോക്കുക. എല്ലാം നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള എല്ലാ കണ്ടീഷൻസും വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും ഔട്ട്പുട്ട് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് തെറ്റ് വന്നത്, ഏത് ഇൻപുട്ട് കൊടുത്തപ്പോഴാണ് തെറ്റ് വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യുക? റിവ്യൂയിങ് ദ കോഡ്. കറക്റ്റായിട്ടും റിവ്യൂ ചെയ്യുക. അതായത് നമ്മൾ ചെയ്ത പ്രോഗ്രാംസ് ഫസ്റ്റ് ലൈൻ മുതൽ ലാസ്റ്റ് ലൈൻ വരെ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുക. എവിടെയാണ് ആ ബഗ് വന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ നോക്കുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ഒരു പ്രോഗ്രാമർ വായിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് പല മെക്കാനിസംസ്, ഡീബഗേഴ്സ് ടൂൾസ് അവൈലബിൾ ആണ്, അല്ലെ ബ്രേക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിസം അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിക്കൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഡീബഗ്ഗിങ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബഗ്സിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെസ്റ്റിംഗ് ദ പ്രോഗ്രാമിൽ വരുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തു. സോ ആ അൽഗോരിതത്തിനെ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ നമ്മളൊരു കമ്പൈലർ യൂസ് ചെയ്തു. ആ കമ്പൈലർ യൂസ് ചെയ്തിട്ട് പൈത്തൺ പ്രോഗ്രാം ആണെങ്കിൽ ദാറ്റ് പ്രോഗ്രാം ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെഷീൻ ഇൻസ്ട്രക്ഷൻസ്. അവിടെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ സോൾവ് ചെയ്തു. എന്ന് വെച്ചാൽ എന്തെങ്കിലും സിൻടാക്സ് എററോ അങ്ങനെയുള്ള എററൊക്കെയാണ് അവിടെ വരുന്നത്. സോ അതൊക്കെ നമ്മൾ അപ്പം തന്നെ സോൾവ് ചെയ്തു. നെക്സ്റ്റ് ഫേസ് ഈസ് എക്സിക്യൂഷനാണ്, റൺ ചെയ്യലാണ്. സോ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഇൻ കേസ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടിയില്ല
എങ്കിൽ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ ബഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടോ, നമ്മളൊരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സിസ്റ്റം അങ്ങ് ഓഫായി പോവോ, പ്രോഗ്രാം ക്ലോസ് ആയി പോവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതിനാണ് നമ്മൾ ബഗ്സ് എന്ന് പറയുന്നത്. സോ ഈ ബഗ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് ഡീബഗ്ഗിങ്. സോ ഡീബഗ്ഗിങ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, then next the last step is the evaluating the solution. അങ്ങനെ ബഗ്സ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് പക്കയാക്കി നമ്മൾ വെച്ചു എന്ന് വിചാരിക്കാം. ഇനി ഇത് കറക്റ്റായിട്ട് എഫക്റ്റീവിലായിട്ടാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു. അതായത് ഇനീഷ്യൽ പ്രോബ്ലം എന്താണ്, എന്തായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടതെന്നൊക്കെ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചു. സോ ചെക്ക് ചെയ്യുക, ഇവാലുവേറ്റിംഗ് ദി സൊല്യൂഷൻ, നമുക്ക് കിട്ടിയ സൊല്യൂഷൻ കറക്റ്റായിട്ടുള്ളൊരു നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രൊപ്പോസ്ഡ് സൊല്യൂഷനിലേക്കാണോ എത്തിയെന്ന് എൻഷുർ ചെയ്യുക. ഓക്കെ, അത് കൂടാണ്ട് തന്നെ അനലൈസിങ് ദ ഫീസിബിലിറ്റി. നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് പറയാണ് ഒരു പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാൻ. സോ നമ്മൾ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം. അതായത് നമ്മൾ ടെക്നിക്കലി അത് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ കമ്പോണൻസ് നമുക്കത് യൂസ് ചെയ്യണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അതേപോലെ ഇതിൻ്റെ എമൗണ്ട് എത്രയാവും, എത്ര ദിവസം കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക, ഇത് ഫീസിബിൾ ആണോ, കോസ്റ്റ് വൈസ് ഓക്കെ ആണോ, നമ്മൾ പറയുകയാണ് ഒരു 40,000 എനിക്ക് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വേണം എന്ന് പറയുകയാണ്. സോ 40,000-ലും താഴെയാണോ നമുക്ക് വന്നേക്കുന്നത്, നമുക്കത് നമ്മൾ അത് ചെയ്യുന്ന ആളുടെ കോസ്റ്റൂടെ ഉൾപ്പെടെയാണോ നമുക്ക് ഈ ഒരു പ്രൈസിന് കൊടുക്കാൻ പറ്റുന്നത്, ദെൻ ടൈം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് എടുത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസമാണ് നമ്മളോട് പറഞ്ഞേക്കണമെങ്കിൽ അത് കഴിഞ്ഞാണോ അതിൽ താഴെയാണോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ അതേപോലെ റിസോഴ്സസ് റിക്വയർഡ്, എന്തൊക്കെ റിസോഴ്സസ് ഇതിന് വേണം, ദെൻ നമ്മൾ ഇത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് വെച്ചാൽ ആരാണ് ഇത് ആവശ്യക്കാർ, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, അവരുടെ എല്ലാ റിക്വയർമെൻറ്റ്സും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് തന്നെയാണ് ഇവാലുവേറ്റിംഗ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നടത്തുന്നതും ഇങ്ങനെ ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേഷൻ പ്രോസസ്സിലൂടെയാണ്. കറക്റ്റായിട്ടും അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആ ഒരു ഔട്ട്പുട്ടിനെ എത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ. അൾട്ടിമേറ്റ്ലി എ വെൽ എക്സിക്യൂട്ടഡ് ഇവാലുവേഷൻ പ്രോസസ് ensures that the chosen solution not only solves the initial problem effectively, അതായത് ഇനീഷ്യൽ പ്രോബ്ലം നമ്മൾ കൊടുത്തേക്കുന്ന പ്രോബ്ലം ഇഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയോ, ബട്ട് ഓൾസോ അലൈൻസ് വിത്ത് ബ്രോഡർ ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓർഗനൈസേഷണൽ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയോ, അങ്ങനെയുള്ള രീതിയിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ഒബ്ജക്റ്റീവ്സ്, ആ ഒബ്ജക്റ്റീവ്സ് എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയോ. അപ്പോൾ നമ്മളൊരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനിൽ എത്തിയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. സോ ഇതാണ് നമുക്ക് ഇവാലുവേറ്റിംഗ് ദി സൊല്യൂഷനിൽ പറയുന്നത്. സോ ഈ ഒരു പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ഫേസസ് ഇതാണ്: അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് എ മോഡൽ, ഡെവലപ്പിംഗ് ആൻ അൽഗോരിതം, റൈറ്റിംഗ് ദ പ്രോഗ്രാം, ടെസ്റ്റിംഗ് ദ പ്രോഗ്രാം ആൻഡ് ഇവാലുവേറ്റിംഗ് ദി സൊല്യൂഷൻ. താങ്ക് യു.